നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ഷീന ജോസ് പ്രകാശ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഷോ സാരി ഹോളാണ്. കോട്ടൺ ആണ് കേട്ടോ, കോട്ടൺ സാരീസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ സാരി ഹോൾ ചെയ്യുന്നത്. പൊതുവെ ഞാനൊരു സാരി ലവർ ആയിരുന്നില്ല, കാരണം എനിക്ക് സാരി കൊടുക്കാൻ അറിയില്ലായിരുന്നു. പക്ഷേ 1 year ആയിട്ട് ഞാൻ സാരി യൂട്യൂബൊക്കെ നോക്കി പഠിച്ച് ഇപ്പം സാരി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടിൻ്റെ ആവശ്യത്തിനൊക്കെ ഇപ്പം സ്ഥിരം സാരീസാണ് ഞാൻ ഉടുക്കാറ്. അപ്പം അതുകൊണ്ട് അഫോർഡബിൾ പ്രൈസിന് നമുക്ക് എവിടെ നിന്നൊക്കെ സാരീസ് കിട്ടും ഞാൻ തപ്പി പിടിച്ചെടുക്കാറുണ്ട്. അങ്ങനെ മീഷോന്ന് ഞാൻ കുറച്ച് സാരീസ് വാങ്ങി. കോട്ടൺ ആണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇഷ്ടം. അപ്പൊ കത്തിയടിച്ച് സമയം കളയാണ്ട് നമുക്ക് നേരെ ഹോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് മീഷോന്ന് ഓർഡർ ചെയ്തത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സോഫ്റ്റ് കോട്ടൺ സാരിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിയിട്ട് 3 വർഷമായി. യെസ്, ഞാൻ 2021 ഞാൻ ഈ ഒരു സാരി ഓർഡർ ചെയ്തത്. അപ്പൊ ഒരു 4 വർഷമാകും. യെസ്, അപ്പം ഇത്രയും വർഷത്തെ പഴക്കമുണ്ട് ഈ സാരി. ഞാൻ ആദ്യമായിട്ട് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. ഈ 4 വർഷത്തിൽ ഞാൻ ഒരുപാട് തവണ ഇത് പല രീതിയിൽ ഈ സാരി സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അടിപൊളി സാരിയാണ്. നിങ്ങൾ ഇപ്പം നോക്കിയാൽ മതി, 4 വർഷത്തെ പഴക്കമുണ്ടോ നോക്കാം. ഞാൻ അത്ര ഉടുത്ത് കഴിഞ്ഞൊരു സാരി തന്നെ പറയാം കേട്ടോ. പല രീതിയിലൊക്കെ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. പൊതുവെ എനിക്ക് എല്ലാ സാരീസിലും ഇതുപോലത്തെ ടാസിൽസ് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ പർച്ചേസ് ചെയ്ത എല്ലാ സാരിയിലും ടാസിൽസ് ഉണ്ട് എന്നാണ് മെയിൻ കാര്യം. അപ്പൊ ഇതെന്തായാലും ഞാൻ സ്റ്റൈൽ ചെയ്തിട്ട് സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പ്ലസ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 435 രൂപയാണ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. എല്ലാം 500 രൂപക്ക് താഴെയാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്ത എല്ലാ സാരിയും. കൂട്ടത്തിൽ ഇതിനാണ് കുറച്ച് പ്രൈസ് കൂടുതൽ എന്ന് പറയാം, 435 രൂപ. അപ്പൊ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ സാരി. അപ്പൊ നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്ലൂവില് സെയിം ലൈനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഖാദി കോട്ടൺ സാരി തന്നെയാണ്. ആൻഡ് ഇതിന്റെ പറയുകയാണെങ്കിൽ ഇതും എനിക്ക് സ്റ്റൈൽ ചെയ്തിട്ട് ഭയങ്കര രസമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബ്ലാക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൈൻഡ് ഓഫ് കളേഴ്സും ഒരേ സെയിം പാറ്റേണും പിടിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പൊതുവെ എനിക്കിങ്ങനെ സ്റ്റോൺ വർക്ക് വരുന്ന സാരീസ്, ഭയങ്കര കട്ടിയുള്ള സാരീസ് ഒന്നും ഇഷ്ടമില്ല. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള സാരീസാണ് എനിക്ക് ഉടുക്കാനും ഇഷ്ടം, ഉടുത്തിട്ട് എവിടെയെങ്കിലും പോകാനും ഇഷ്ടം. കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഇതാണ് രണ്ടാമത്തെ സാരി. ഇതിന്റെ മെറ്റീരിയലും പറയണ ഭയങ്കര സോഫ്റ്റ് ആണ്. ആൻഡ് കളർ നിങ്ങളിപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ നിങ്ങൾ കളറ് കണ്ടോ, ഭയങ്കര രസമുള്ള കളറാണ്. ആൻഡ് അതിൻ്റെ തന്നെ ഗ്രീൻ ആൻഡ് ബ്ലൂ വരുമ്പോൾ കോമ്പിനേഷനിൽ വരുമ്പോൾ അത് അതിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സോ എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 357 രൂപ. അത്രയേ ഉള്ളൂ, 400 രൂപ താഴെ, 500 ഒതുങ്ങുന്ന പരിപാടിയാണ്. വളരെ അഫോർഡബിൾ പ്രൈസിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സാരി ഒരു രക്ഷയില്ല. പൊതുവെ മീഷോന്നൊക്കെ സാരി വാങ്ങുമ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കും, നിനക്ക് മാത്രം എങ്ങനെ ഇത്രയും നല്ല സാരീസ് മീഷോന്നൊക്കെ എടുക്കാൻ പറ്റണത്? ഞാൻ അങ്ങനെ അരിച്ച് പെറുക്കിയിട്ട് വാങ്ങാം. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹർഷ, അവൾ നന്നായിട്ട് ഈ പറഞ്ഞ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുക. അവളും അടിപൊളിയായിട്ട് സാരീസൊക്കെ നല്ല രസമുള്ള സാരീസ് പർച്ചേസ് ചെയ്യും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും കേട്ടോ. അപ്പം ഇതാണ് രണ്ടാമത്തെ സാരി. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് സാരീസാണ്. ഞാനിപ്പോൾ കാണിക്കണം 4 സാരീസ്. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ സാരി. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സാരി എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ സാരിയാണ്. ഇതും സോഫ്റ്റ് ഖാദി കോട്ടണിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ്. ഇതിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സാരി പോലെയല്ല, ഈ പറഞ്ഞ സൈഡിൽ ലൈൻ ഒന്നും വരുന്നില്ല, എക്സ്ട്രാ ബോർഡർ ഒന്നും വരുന്നില്ല. ബ്രൗണിൽ ഭയങ്കര പ്ലെയിൻ ബ്രൗണിൽ ഈ പറഞ്ഞ ടാറ്റിൽസ്, വൈറ്റ് ടാറ്റിൽസ് വരുന്നതാണ്. ഇത് നല്ലൊരു സാരിയാണ് കേട്ടോ. ഈ 3 സാരി വെച്ചിട്ട് എനിക്ക് ഉടുത്തിട്ട് എല്ലാവരും അടിപൊളി കുറച്ചുകൂടി രസമുണ്ട് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ സാരിയാണ്. അടിപൊളി സാരിയാണ്. എനിക്ക് ഈ സാരിയെ കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ മലയാളികൾക്ക് കൂടുതൽ ആൾക്കാരും ഈ കോട്ടൺ സാരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പം നമുക്ക് ഈ അഫോർഡബിൾ പ്രൈസ് ഇത്രയും കോട്ടൺ സാരീസ് കിട്ടുക എന്ന് പറയുന്നത് ചില്ലറ പരിപാടിയല്ല. ഇത് ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ ഷൂട്ടിന് ഡെയിലി സാരിയാണ് ഉടുക്കുന്നത്, നോട്ട് ദ പോയിന്റ്. ഞാൻ ഒരുപാട് തവണ കൊടുത്തു. ആൻഡ് നമുക്ക് ഈ പറയുന്ന സാരി ബ്ലൗസ് വെച്ചിട്ട്
ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാരി എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റും? വെറും 314 രൂപ മാത്രമേ ഉള്ളൂ ഈ സാരിയുടെ വില. സോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്യുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ 4ാമത്തെ സാരി ലാസ്റ്റ് വൺ ആണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ബ്യൂട്ടിഫുൾ സാരി. എനിക്ക് ഈ കളേഴ്സ് ഒക്കെ ഭയങ്കര ഡാർക്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റും ചെയ്തെങ്കിൽ എനിക്കിങ്ങനെ തിളങ്ങി നിൽക്കണ അല്ലെങ്കിൽ എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നതാണ്. ആൻഡ് പല്ലൂല് ഇതുപോലെ ടാറ്റൽസ് ഉണ്ട്. സെയിം പാറ്റേൺ ആണ്. ഞാൻ ആദ്യം കാണിച്ച 2 മോഡലിന്റെ സെയിം പാറ്റേൺ ആണ്. പക്ഷെ ഇതിന്റെ കര കുറച്ചും കൂടി ഒരു വലിയ കരയാണ്. ആദ്യം കാണിച്ചതിന്റെ ഒരു ചെറിയ കരയാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി വലിയ, അതിനെക്കാട്ട് ഒരു പൊടിക്ക് വലിയ കര, പൊടിക്ക് വലിയൊരു കരയാണ്. ആൻഡ് സെയിം ആണ്, ബാക്കിയൊക്കെ സെയിം ആണ്. ഇതും ഈ പറഞ്ഞ ഗാദി സോഫ്റ്റ് കോട്ടൺ ആണ്. ഇപ്പൊ വെക്കുമ്പോൾ തന്നെ നോക്കുന്ന ഡ്രസ്സാണെന്ന് ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പ്, ഈ ഒരു സാരി ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. ഇത് പറഞ്ഞാൽ നമ്മുടെ അമ്മമാർക്കും ഈ സാരി സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ നമ്മുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ പുതിയ കൊച്ചു പിള്ളേർക്ക് ഒരു സാരി ഉടുത്ത് പഠിക്കാനൊക്കെ ഈ സാരി ഉടുക്കാനും സുഖമാണ്, ഉടുത്ത് നടക്കാനും സുഖമാണ്. ഇത് കുറച്ചും കൂടി ട്രെൻഡി പ്ലെയിൻ സാരീസ് ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാംസിൽ ഒരുപാട് ഇങ്ങനത്തെ പേജസ് ഉണ്ട്. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ കുറേ സെലിബ്രിറ്റീസ് ഇത് സ്റ്റൈലിങ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ആൻഡ് മറ്റ് പേജസിലൊക്കെ അത്യാവശ്യം പ്രൈസും ഇതിനുണ്ട്. സോ ഇത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് മീഷോന്ന് കിട്ടാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല മക്കളെ. സോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ പ്രൈസും ഞാൻ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് 1 മിനിറ്റ്. ഇതിന്റെ പ്രൈസ് 327 രൂപയാണ്. ഓക്കെ, ഈ പറഞ്ഞ 4 സാരിയുടെയും എല്ലാം ഞാൻ മടക്കി വെച്ച് കാണിച്ചു തരാം. ഈ 4 സാരിയുടെയും ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും പൈസ വെറുതെ കളഞ്ഞെന്ന് പറയില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി, ഐ മീൻ നിങ്ങൾക്ക് വെറുതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി എന്ന് പറയില്ല. അത്രയും നല്ല സാരീസാണ് ഈ 4 എണ്ണം. സോ ഞാൻ വൃത്തിക്ക് മടക്കിയിട്ടൊന്നുമില്ല, മടക്കിൽ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കരുത്. സത്യം പറഞ്ഞാൽ ഈ 4 എൻ്റെ ഫേവറേറ്റ് സാരീസ് ആണ്. ബിക്കോസ് എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ എളുപ്പമാണ്, ഉടുത്തിട്ട് പോകുമ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഈ പറയുന്ന സാരിക്കോ ഒരു കോസ്റ്റ്യൂമിനോ എൻ്റെ ആക്സസറീസിനോ ഒന്നും ഞാൻ ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരു പേഴ്സൺ അല്ല. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ചിലവാക്കും. പക്ഷെ ഈ 4 സാരികളും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയ്യോ വാങ്ങി വെറുതെ പൈസ കളഞ്ഞൊന്നും തോന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങും കേട്ടോ. ഞാൻ പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടമുള്ളത് ഞാൻ നിങ്ങളോട് പറയണേ. അപ്പോൾ എന്തായാലും സാരിയുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി എപ്പോഴും പറയുന്നത് ഞാൻ ആക്റ്റീവ് ആവും പറച്ചിലും മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ റീൽസൊക്കെ ഇട്ടിട്ട് ഇപ്പം വീഡിയോ നമ്മുടെ ചാനൽ അനക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നപ്പോൾ അവർ ആഗ്രഹിക്കുന്ന പോലെ കുറേ വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.